നമ്മളിപ്പോൾ നിൽക്കുന്നത് മലമേലാണ്. മലമേൽ ടൂറിസം, മലമേൽ ഹിൽസ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കൊല്ലം ജില്ലയുടെ തന്നെ ഏറ്റവും മലപ്രദേശമാണ് ഈ മലമേൽ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ കാണാൻ കുറച്ച് കാഴ്ചകളുണ്ടെന്നാണ് പല വീഡിയോസിലൂടെയും ഞാൻ അറിഞ്ഞത്. അങ്ങനെ നമ്മൾ മലമേൽ വന്നിരിക്കുകയാണ്. നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞ ഇതാണ്. അവിടെ കാറ് പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട്. ഇനി അങ്ങോട്ട് കാറ് കടത്തി വിടത്തില്ലെന്നാണ് തോന്നുന്നത്. മലമേൽ വരുമ്പം ഇവിടെ ഇരുമ്പുഴിക്കുന്ന് ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം ഒരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിലോട്ട് പോകുന്ന വഴിയാണ്. ആ വഴിയിൽ നിന്ന് ഇങ്ങോട്ട് മാറിയാണ് നമ്മുടെ മലമേൽ ഹിൽസിലോട്ട് പോകുന്നത്. ഇവിടെ വരുമ്പം DTPCയുടെ മലമേൽ ടൂറിസം എന്ന് പറഞ്ഞ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. ചേച്ചിമാരെല്ലാം വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഈ ടൂറിസത്തിൻ്റെ ആൾക്കാരായിരിക്കും. അവിടെ അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു, വാങ്ങിക്കാൻ സ്ഥലമുണ്ട്, വെള്ളം സ്നാക്സ് എല്ലാം ഉണ്ട്. വരും, നമുക്കിനി അങ്ങോട്ട് പോകാം ഗൈസ്. ഇതാണ് ഇവിടുത്തെ എൻട്രി വരുന്ന ഭാഗം. കൊള്ളാം. ഇവിടെ കൊണ്ട് വെച്ചാൽ മതിയായിരുന്നു. ഒരു എക്സ്പ്ലോസ് ഇരിക്കുന്നു. അതെ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വണ്ടിയൊക്കെ ഇങ്ങോട്ട് കയറ്റുന്നത്. നമ്മുടെ വണ്ടി അവിടെ കൊണ്ട് വെച്ച്. കുഴപ്പമില്ല, ടിക്കറ്റ് എടുത്തേ പറ്റൂ. എൻട്രി ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് ചാർജൊക്കെ ഈടാക്കുന്നുണ്ട്. ഒരാൾക്ക് 20 രൂപ വെച്ചിട്ടാണ് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. ഇതുവഴിയാണ് നമുക്ക് കയറേണ്ടത്. ഇവിടെ മലമേൽ ടൂറിസത്തിൻ്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ടിക്കറ്റ് കൗണ്ടർ, ഇലക്ട്രിക് റൂം. ഇത്രയും പാറകളാണ് ഇവിടെ ഉള്ളത്. ആയിരവല്ലിപ്പാറ, നടപ്പാറ, കൊമ്പുകുത്തിപ്പാറ, നാടുകാണിപ്പാറ, അമ്പലപ്പാറ, ഗുഹപ്പാറ, ഗോളാന്തരപ്പാറ, ശംഖുത്ത് പറയോ, കുടപ്പാറ, പുല്ലക്കംപാറ. അതെ അതെ, ഗുഹപ്പാറ എന്തായാലും കാണണം. ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ, ഇല്ലയോ? അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. ഇതാണ് നടപ്പാറ. നടന്ന് അങ്ങോട്ട് പോകാം. ആദ്യത്തെ പാറ കണ്ട് നടപ്പാറ. ഇവിടെ വരുമ്പം മലമേൽ, ഐ ലവ് മലമേൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊള്ളാം. ആ സമയത്ത് ഇവിടെ ഒരു സ്റ്റേഷനറി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഇതിലെ കൂടി ഇങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞ് എന്താ നടപ്പാറ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി അവിടെ ചെല്ലുക. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു തന്നെ പോകണമല്ലോ. അങ്ങോട്ടൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങോട്ടൊന്ന് പോകുക. അവിടെ എന്തോ വല്ലതും ഉണ്ടോ? അവിടെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഇവിടെ നാടകാണിപ്പാറ, ഇവിടെ കുടപ്പാറ. കുടപ്പാറയിൽ എന്താണുള്ളത്? ഇപ്പം എക്സ്പ്ലോർ ചെയ്യുന്നില്ല. നമുക്ക് ഫസ്റ്റ് പോയിട്ട് ഗുഹപ്പാറ കണ്ടിട്ട് വരാം. ഏതെങ്കിലും ഒരു പാറ കാണുമല്ലോ. ആ വീടാണ് അത്. ഇലക്ട്രിക് റൂം എന്തോ ആണ്. നോക്ക് ഗൈസ്, നോക്ക്. നമ്മളിപ്പോൾ ഏതോ ഒരു പാറയുടെ മണ്ടയ്ക്കാണ്. ഇത് ഏത് പാറയാണ് ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. ഇത് അവിടെ നിന്ന് അമ്മമാരൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ? ഇതാണ് ശരിക്കും ഒരു അഡ്വഞ്ചർ എന്നൊക്കെ പറയണ്ട. അതിലേക്കൂടെ ഒരു ചെറുതായിട്ട് ചെയ്ത് ആ നാച്ചുറലായിട്ടുള്ള സാധനം മാത്രമാണ് ഇല്ലേ നടക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിലേക്കൂടെ ആരാണ്ടൊക്കെ നടന്നു പോയി. പിന്നെ അതൊരു വഴിയായി. അതാ അമ്മ ഇറങ്ങി വരുന്നുണ്ടോ? അതാണ് അഡ്വഞ്ചർ. ഇവിടെ ശരിക്കും കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. അതിൻ്റെ മുകളിലാണെന്ന് തോന്നുന്നു ഗൈസ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, വ്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കയറണം. വരൂ, നമുക്ക് മുകളിലേക്ക് പോകാം ഗൈസ്. ഇവിടെ കയറണമെങ്കിൽ കുറച്ച് അഡ്വഞ്ചറായേ പറ്റൂ. നമ്മൾ വന്ന വഴി എന്തേ? അതാണ് നമ്മൾ വന്ന വഴി. അതെ അതെ, ഭയങ്കര നല്ല കാറ്റുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അരേ വാ, ഇങ്ങനെ അട്ടപാടമല്ലോ. പാറയെ സ്നേഹിച്ചോ പോയവൻ. നോക്ക് എന്താ വ്യൂവാ. നമുക്കിനി ഇവിടെ നടക്കണം കേട്ടോ. നോക്കി വെള്ളം നിറഞ്ഞ് കിടക്കുന്നേ. എന്താടാ ഇത് മണ്ടക്ക്
കയറി വന്നെടുത്ത വ്യൂ ഉണ്ടോ? ഓ അടിപൊളി കാറ്റ് കേട്ടോ, സൂപ്പർ. ഇത് നമ്മുടെ മുട്ടാറ ഹിൽസ് കണ്ട കണക്കല്ല ഗൈസ്, പലയിടത്തും പല വൈബാണ് ആണോ. ഈ ഒരു വ്യൂ ആണ്, ഇത് കാണാനാണ് ആൾക്കാർ കയറി വരുന്നത്. ദാറ്റ് വാസ് വെരി നൈസ് ഗൈസ്. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ട ഈ ഒരു ക്ലൈമറ്റിലാണ് കേട്ടോ. അതോ അങ്ങോട്ടൊക്കെ നോക്കിയേ, നിങ്ങൾക്ക് എത്രമാത്രം വ്യൂ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ സൂം ചെയ്ത് കാണിക്കാവേ. ഉണ്ടോ, ഓടെ വന്നിട്ടുണ്ട് ഗൈസ്. ഓടെയാണ്, അടിപൊളി. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലമേലിൽ തന്നെ ഏറ്റവും ഹയ്യസ്റ്റ് മലയെന്ന് പറയുന്ന മലയുടെ മുകളിലാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഇടിമിന്നൽ ലക്ഷജാലമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഈ ഒരു മരം കണ്ടോ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്, നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഒരു ഇടിമിന്നൽ ലക്ഷജാലകമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഉള്ളതിൽ മലമേലിൽ ഏറ്റവും ഉള്ളതിൽ ഹൈയസ്റ്റ് മല ഇതാണ്. അപ്പോൾ ഇവിടാണ് നല്ലൊരു വ്യൂ ഒക്കെ നമുക്ക് കിട്ടുന്നത്. അടിപൊളിയാണ് ഇവിടെ നിന്നിട്ടുള്ളത്. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് കേട്ടോ. നട്ടുച്ചയ്ക്കൊന്നും വരരുതാരും. ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. ഈ മഴക്കാലമാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലത്തെ ഹിൽസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ചും കൂടി ബെറ്റർ. കാരണം നല്ല ഒരു മഴയൊക്കെ പെയ്ത് ഇലകളൊക്കെ ആണെങ്കിൽ അത് അഴുക്കൊക്കെ പോയി നല്ല പച്ച പതഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെ കൂടെ അതാ ഈ ഒരു കോടയും. ഓ എന്നാ വ്യൂ ആണെന്നറിയോ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അതാണ്ട് ഈ കാണുന്ന ഈ മരങ്ങളുടെ അടുത്തുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ അവിടെ വന്നൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ കൂടെ വന്നവന്മാരൊക്കെ അവിടെ പോയി ഞാൻ കണ്ടില്ല കേട്ടോ. താഴോട്ട് നോക്കുമ്പോൾ ഭയങ്കര റബ്ബർ മരങ്ങളൊക്കെയാണ് കേട്ടോ. അവന്മാർ അങ്ങ് പോയിട്ടോ. അവിടെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ. അതോ അങ്ങ് ഇരിക്കുന്നുണ്ടോ? എങ്ങനെ എത്തിയെന്ന് അറിഞ്ഞിട്ടാ. എങ്ങനെ എത്തിയോടെ? ഇല്ല വരുന്നില്ല. ആ അടിപൊളി. ഇതൊക്കെ നമ്മൾ മുട്ടറ ഹിൽസിൽ പോയപ്പോൾ നമ്മൾ ആ കാണുന്ന സ്കൂളും എനിക്ക് കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അവിടെ കേട്ടോ. അതുകൊണ്ട് അത്ര നല്ല വ്യൂ ഫോണിൽ കൂടെ കിട്ടത്തില്ല, നമ്മൾ കണ്ടതാണ്. പിന്നെ അവിടെ കാണുന്ന ഒരു ടവർ ഉണ്ടല്ലോ, അതിനപ്പുറമാണ് ജടായുപ്പാറ എന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, അവിടെ പറഞ്ഞു കേട്ട അറിവിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനത്തുള്ള നല്ലൊരു വ്യൂ ചുമ്മാ അതൊക്കെ ഇരുന്ന് നന്നായിട്ടൊന്ന് ആസ്വദിച്ച് പോകാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടാറ ഹിൽസ് ഉണ്ടല്ലോ, അതാണ് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാനുള്ള കുറേ സംഭവങ്ങളുള്ളത്. ഇവിടെ അധികം അങ്ങനെ എക്സ്പ്ലോറിങ്ങിന് ഉള്ള പറ്റിയതൊന്നുമില്ല. ഏറ്റവും നല്ലൊരു വ്യൂ ഒക്കെ കിട്ടുന്നത് താണ്ട് ഈ ഒരു സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ നല്ലൊരു വ്യൂസ് കിട്ടുന്നത്. വേറെ എങ്ങും അത്തരത്തിലൊരു വ്യൂസ് കിട്ടത്തില്ല. പിന്നെ ഒരുപാട് ഗുഹയുടെ പേരും കല്ലിൻ്റെ മലയുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ എല്ലാം ഒരുപോലെ തന്നെയാണ്. ഒരുപാട് പാറയുണ്ടെങ്കിൽ ഇതാ ഇതിൻ്റെ മുകളിൽ ഇതാ ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് കാഴ്ചകൾ ഇങ്ങനെ ആസ്വദിക്കാനാണ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. ഇത് എന്താ പറയുക, അതൊരു അനുഭവിച്ചറിയണം ഇവിടെ വന്നിരുന്ന് ഈ ഒരു കാറ്റും ഈ ഒരു കാലാവസ്ഥയിൽ. അടിപൊളി. മല തേടി പോവുകയാണ് നമ്മൾ. അടിപൊളി ഒരു മല കണ്ട് ഈ തൊട്ടിപ്പുറത്തെ ഈ ഒരു മലയും കൂടെ നമുക്ക് കാണാം. വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല കേട്ടാ മല കയറുക എന്ന് പറയുന്നത്. ഇത്തിരി പാടാണ്. ഇവിടെ ഒരു ചെറിയ മലയാണ് കേട്ടോ. അവിടുത്തെ അത്രയും ചിലപ്പോൾ ഒരു കാഴ്ച കിട്ടിയെന്ന് വരുന്നില്ല. ഇതാണ് ഇവിടുത്തെ ഒരു മല. നമ്മുടെ മലമേലിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും വൈകുന്നേരം വന്ന് നമുക്കൊരു അടിച്ചു പൊളിക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്ലേസാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിൽ നല്ല രസമുണ്ട് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും വന്ന്
കാണുക, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. അതെ അതെ, കൊല്ലംകാർക്ക് മലയില്ലേ എന്നുള്ള പരാതി കീറുന്നു. ഇഷ്ടംപോലെ മല, അടിപൊളി മലയാണ്. അപ്പോൾ എല്ലാവരും വരിക, കാണുക, എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. Thank you.